അപ്പൊ അവൻ കല്യാണത്തിന് എത്തിയെന്ന് വ്യക്തമായി. അതെ. ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല സാറേ, പിന്നാമ്പർ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവൻ എന്തായാലും ഫ്രണ്ടിലൂടെ വരില്ലെന്ന് അറിയാം. പിന്നാമ്പറത്തൂടെ കൃത്യമായി അകത്ത് കിടന്നിട്ടുണ്ട്. പിന്നീട് അവൻ എന്ത് സംഭവിച്ചു അറിയേണ്ടത്. സാറേ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. അവനെ കുറിച്ച് പത്രത്തിലൂടെയും ടിവിയിലൂടെയും വായിക്കുകയും കാണുകയും ചെയ്ത ശേഷം ആകെ ഒരു മരവിപ്പ്. അതിപ്പോ എനിക്കും എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, അവനെ കുറിച്ച് അറിഞ്ഞ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാ. അങ്ങനെയുള്ള ഒരു ക്രിമിനലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ സാറേ? അങ്ങനെ ഞങ്ങൾക്ക് പോലീസുകാർക്ക് കരുതാൻ പറ്റില്ല. നിയമം ഒരുവനെ തൂക്കിലേറ്റാൻ വിധിച്ച അവന്റെ മരണത്തെക്കുറിച്ച് പിന്നീട് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് കോടതിയുടെ തീരുമാനമാണ്. ഇവിടെ പക്ഷെ എത്ര വലിയ ക്രിമിനൽ ആയാലും അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊലയാളിയും പ്രതിയെ അവനും ക്രിമിനല. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അല്ല, ഗത്യന്തരം ഇല്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്താണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവർ പോലീസിനെ അറിയിക്കണമായിരുന്നു. ഇപ്പൊ സംഭവിച്ചതാണെന്ന് അറിയില്ലല്ലോ. എന്തായാലും സഹകരിച്ചാൽ നന്ദി. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾ വരും. ശരി സാർ. ആ സിയെ പിന്നെ വന്നിട്ടുണ്ട്. വരട്ടെ. നീ വെറുതെ അയാളുടെ മുന്നിൽ പതറിയൊന്നും ചെയ്യരുത് കേട്ടോ. കിരണേ, ബുദ്ധിമുട്ടായോ? വീണ്ടും ഒന്നുകൂടി വരേണ്ടി വന്നു? ഹേ ഇല്ല സാർ. സോറി, ഞാൻ വന്നതേ ഗംഗാപ്രസാദിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അവനന്ന് ഓഡിറ്റോറിയത്തിൽ വന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ വന്നിരിക്കുന്നത് ഒരു ആംബുലൻസില്. അവന്റെ ഒരു സ്ഥിരം ശൈലി ഉണ്ടല്ലോ, വാഹനം തട്ടിയെടുക്കണമെങ്കിൽ ഓടിക്കുന്നവന്റെ മൂക്കിലിടിച്ച് ബോധം കെടുത്തു. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. അവൻ ആംബുലൻസുമായി ഓഡിറ്റോറിയത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റു ചില വിഷ്വൽസും കിട്ടി. എന്താ ഒരു പേടി പോലെ? അത് പൊതുവെ ഇവർക്ക് പോലീസിന് പേടിയുള്ള കൂട്ടത്തില. അത് മിക്ക ആളുകൾക്കും അങ്ങനെയാ. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണെന്ന് മനസ്സിലാക്കാത്തവരുണ്ട്. കുറ്റം ചെയ്യുന്നവർക്ക് മാത്രമേ എന്നെപ്പോലുള്ള പോലീസുകാരൊക്കെ ഭീകരന്മാരാവും. അല്ലാത്തവരുമായിട്ട് നല്ല സൗഹൃദത്തിലാ പോകും. അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ. അവരാ ഞങ്ങളെ പോലുള്ളവരുടെ വില കളയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ആ ആംബുലൻസിൽ അവനോട് എത്തി. പിന്നെ തിരിച്ചവൻ പോയതായിട്ട് ഒരു രേഖയുമില്ല. അതാണ് ഞങ്ങൾ പോലീസിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത് സാർ. അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. കല്യാണിയുടെ അമ്മയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയവനാണ്. അതല്ലാതെ എത്ര കൊലപാതകങ്ങൾ. കാടിനകത്ത് അകപ്പെട്ടിട്ട് അവനെ ചികിത്സിച്ച് ഭേദമാക്കിയ കാട്ടുമൂപ്പനെ തന്നെ അവൻ കൊന്നു. അങ്ങനെ ഒരുത്തൻ പോലീസ് പിടിയിൽ അകപ്പെട്ടാലും നിയമം അവന് പരമാവധി ശിക്ഷ നൽകിയേനെ. അവനെ തൂക്കിലേറ്റിയേനെ. അങ്ങനെ ഒരാളെ പറ്റി ഇതുപോലൊരു അന്വേഷണത്തിന്റെ കാര്യമുണ്ട് സാറേ. ഞാൻ ആദ്യം വന്നപ്പോ തന്നെ കിരണിനോട് പറഞ്ഞത്, എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും നമ്മൾ മനുഷ്യർക്ക് അവനെ കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ല. കോടതി തൂക്കിലേറ്റാൻ ഒരുത്തനെ വിധിച്ചു കഴിഞ്ഞ് ആരാച്ചാരാണ് ആ വിധി നടപ്പാക്കുന്നത്, അല്ലാതെ സാധാരണക്കാരല്ല. അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും നിയമം കയ്യിലെടുത്താൽ അങ്ങനെ നിയമം കയ്യിലെടുത്തവനും ക്രിമിനലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വിദ്യാസമ്പന്നരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവിടെ ഒരു തർക്കത്തിന്റെ കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയായിരുന്നോ? ഇല്ല സാർ. പിന്നെ അവനെ പോലെ ഒരുത്തിനു വേണ്ടി ഇത്രയും വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കിരണിനെ സ്റ്റെഫിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ അവൻ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല സാർ. ഞാൻ ഇപ്പൊ വന്നത് നിങ്ങളോട് അതേപ്പറ്റി സംസാരിക്കുന്നതിലുപരി അന്നത്തെ ആ കല്യാണത്തിന്റെ വിഷ്വൽസ് ഒന്ന് കാണാൻ. ആ കല്യാണം പെൻഡ്രൈവിലാക്കി കാണുമല്ലോ, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ. കല്യാണി, ആ ലാപ്ടോപ്പ് ഇങ്ങെടുത്തുള്ളൂ. സിയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാ. അങ്ങേര് എന്തെങ്കിലും തെളിവ് ആവശ്യപ്പെട്ട നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കണം. ഞങ്ങളത് നിന്നോട് പറയാം. നീ ഇത് എത്തിച്ചു കൊടുത്താൽ മതി. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പാ. ഞങ്ങളാണ് ആംബുലൻസിൽ അവനുമായിട്ട് അവസാനം സഞ്ചരിച്ചത് എന്ന് മാത്രമല്ല, ആംബുലൻസ് ഡ്രൈവറിനെ ഇടിച്ചതിന് തെളിവുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അതൊക്കെ നീ സിയോട് പറഞ്ഞില്ലേ അന്നേ ദിവസം ഓഡിറ്റോറിയത്തിൽ ചെന്നതൊക്കെ? ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ പോയതാ. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ മാത്രമേ CCTV ഉള്ളൂ. അവളെ കല്യാണം കഴിച്ച പയ്യനൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ളവരാ. പിന്നെ എന്തിനാ അവൻ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരുടെയും കണ്ണുപിടിച്ച് ടൗണിൽ നിന്ന് അകലെയുള്ള ഒരു ഓഡിറ്റോറിയത്തില് അവർ കല്യാണം നടത്തിയിരിക്കുന്നത്. അതും ഗംഗയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്നെയാവും. എനിക്ക് അതിന്റെ പരിസരത്തൊക്കെ CCTV ഉള്ള വീടില്ലേ? പോലീസിന് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താലോ. അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴാ CI ആ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കാണും. എന്തായാലും അധികം വൈകാതെ തന്നെ അദ്ദേഹം കൊലയാളികളുടെ അടുത്തെത്തും. അതാ എന്റെ വിശ്വാസം. ഞാൻ പരോൾ കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. നിന്നോടൊരു കാര്യം പറയുമ്പോൾ വിഷമമുണ്ടായിരുന്നു. ഗംഗ ഈ ലോകത്തുണ്ടെന്നുള്ള വിശ്വാസം നമുക്കിപ്പോ ഇല്ല. വേറൊന്നും കൊണ്ടല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടായാലും ഫോൺ കൈക്കലാക്കി ഞങ്ങളെ വിളിച്ചാനെ. അവന്റെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. ഇതിനു മുമ്പ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് സ്റ്റെഫി. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടില്ല. അവൻ ഈ ലോകത്തില്ലെന്ന് ഒരിക്കലും പറയരുത്. അവനില്ലാത്ത ലോകത്ത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതാ എനിക്ക് അറിയേണ്ടത്. അവൻ ഈ ഭൂമുഖത്തില്ലെങ്കിൽ അവനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് എനിക്ക് അറിയണം. ഗംഗാപ്രസാദിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രതി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. എങ്കിലും തെളിവ് സഹിതം അത് കണ്ടെത്തിയ എന്റെ ഗംഗയുടെ ആത്മാവിന് വേണ്ടി അവരുടെ പിന്നാലെ സഞ്ചരിക്കുന്നത് ഞാനായിരിക്കും. ഒന്നിനെ ജീവിക്കാൻ അനുവദിക്കില്ലെങ്കിൽ ഇത്തവണ പരോള് കഴിഞ്ഞ് പോയാൽ എനിക്ക് പിന്നെ പരോളിന്റെ ആവശ്യമില്ല. ഞാൻ പുറത്തിറങ്ങും. ഗംഗാപ്രസാദിന്റെ കൂട്ടുകക്ഷി എന്നല്ലാതെ എന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമില്ല. ആ നിലയ്ക്ക് അധികകാലം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ പിന്നെ എന്റെ മുന്നിൽ 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഗംഗയെ തകർത്തവരെ തകർക്കുക, എന്നിട്ട് ഗംഗ പോയ വഴിയെ പോവുക. ഇനി ഇത് ഓഫ് ചെയ്തേ. കിരണേ, ആ പെൻഡ്രൈവിന്റെ കോപ്പി എനിക്ക് വേണം. അതിനെന്താ സാർ തരാം. അല്ല കിരണേ, ആ കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് കാണാനില്ലായിരുന്നല്ലോ. തന്നെ മാത്രമല്ല മറ്റു രണ്ടുപേരും കൂടി മുഹൂർത്ത സമയത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട്. സാറേ, ഗംഗാപ്രസാദിന്റെ ഭീഷണി ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ അതിന്റെ ഒരു നിരീക്ഷണമായിട്ടുണ്ടായിരുന്നു സാർ. അവൻ എങ്ങനെ വേണമെങ്കിലും വരാമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അല്ല, കല്യാണം ആരെ അറിയിക്കാതെ നടത്തിയത്. പിന്നെ അവനെങ്ങനെ അറിയാൻ? അവന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല സാറേ. എന്തും മണത്തറിയുന്ന സ്വഭാവം ഗംഗയുടേത്. അല്ല കല്യാണി, താലികെട്ടിന് തൊട്ടു മുമ്പ് കല്യാണം എവിടെ പോയതായിരുന്നു? അത് പിന്നെ ഗ്രീൻ റൂമിലേക്കൊന്ന് പോയതാ. താലിയിടുന്ന സമയത്തെങ്കിലും താൻ അടിയിൽ വേണമായിരുന്നല്ലോ. അതുണ്ടായില്ലല്ലോ. അല്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ.
നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കാം. കാരണം സ്വന്തം പെങ്ങളെയും അവന്റെ അമ്മയെയും അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെയൊക്കെ കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങുമ്പോ അവൻ പുറത്തെങ്ങാനുണ്ടോ എന്ന് നോക്കുന്നത് സ്വാഭാവിക. പെൺകുട്ടിയുടെ കഴുത്തിൽ പയ്യൻ താലി കെട്ടുന്ന സമയത്ത് അത് മുടങ്ങരുത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കൂ. അപ്പൊ പിന്നെ ആ ചടങ്ങ് കാണുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ചടങ്ങ് നടക്കണം, അതിനാണല്ലോ പ്രാധാന്യം. ആ അതെ 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 സർ. അപ്പോ പെൺഡ്രൈവിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. അതിനെന്താ സർ, തരാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴീട്ട പെൺഡ്രൈവ് തരാമോ? അല്ല അത് ഞാൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റബിളിന്റെ കൈ കൊടുത്തുവിടാം. അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല സർ. കല്യാണി അടുത്ത് കൊടുത്തേക്ക്. നിങ്ങളുടെ വിലപ്പെട്ട ഒരു 1.5 മണിക്കൂർ ഞാൻ അപഹരിച്ചു അല്ലേ? അതൊന്നും കുഴപ്പമില്ല സർ, ഇതൊക്കെ അന്വേഷണത്തിന്റെ ഒരു ഭാഗമല്ലേ. അതിൽ നിങ്ങൾ സഹകരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ശരിയണേ, നിങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് നല്ല മതിപ്പാ. പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള എല്ലാ ബിൽഡിങ്ങും കാലത്തിന് അതിജീവിക്കുന്നതാണെന്ന് എല്ലാരും പറയുന്നത് കേട്ടു. ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഞാനൊരു പ്രശ്നക്കാരനായ പോലീസ് ആയതുകൊണ്ട് എന്നും ഉണ്ട് ട്രാൻസ്ഫർ. എന്റെ ശരിക്കുള്ള വീട് നെയ്യാറ്റിൻകരയ്ക്കടുത്ത. അപ്പോ ഞാൻ ഈ പണിയൊക്കെ മതിയാക്കി നിൽക്കുന്ന സമയത്ത് ഒരു വീട് വെക്കണമെന്നുണ്ട്. ആ സമയത്ത് കിരണിനെ ആയിരിക്കും ചിലപ്പോൾ ആശ്രയിക്കേണ്ടി വരുന്നത്. അതിനെന്താ സർ, സാർ പറഞ്ഞാൽ മതി. ഓക്കെ, ഈ അന്വേഷണം തീരുന്നത് വരെ ഇതുപോലുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ആ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ട്, ആ സ്റ്റെഫിയുടെ. അതുകൊണ്ടാ. അപ്പൊ ഓക്കെയാണ്. കിരണേട്ടാ, നീ പേടിക്കാതെ അങ്ങേര് ഓരോന്ന് ചോദിക്കുമ്പോ നമ്മുടെയൊക്കെ മുഖം മാറുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാവമാറ്റവും പാടില്ല എന്ന്. അയാൾ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ മുഖത്തുനിന്ന് മറുപടി വായിച്ചെടുക്കുക. അയാൾ നമ്മളുടെ അടുത്തേക്ക് തന്നെ വരുന്നാ തോന്നുന്നത്. കല്യാണി എന്തും വരട്ടെ. സാറായിരുന്നോ? എന്തായി സാറേ കാര്യങ്ങളൊക്കെ? അന്വേഷണത്തിന്റെ പുരോഗതിയെ കുറിച്ച് നിന്നെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇനി എത്ര ദിവസമുണ്ട് പുറത്ത്? ഒരാഴ്ചക്ക് മേലെയുണ്ട് സാറേ. 10 ദിവസത്തോളം ഉണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും അറിയാൻ പറ്റൂ സാറേ? എന്റെ സീനിയർ ഓഫീസേഴ്സ് ചിലപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയാറുണ്ട്. നിന്നെ പോലൊരു ക്രിമിനലും അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കുകയാണ്. അയ്യോ സാറേ, അങ്ങനെയൊന്നുമല്ല. അവന് എന്താ സംഭവിച്ചതെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടി മാത്രം. അവനെ സ്നേഹിച്ചതോടെ കുടുംബം, അച്ഛൻ, അമ്മ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. അത് നഷ്ടപ്പെടുമല്ലോ. അവനെ കുറിച്ച് ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല പോലീസുകാർക്ക് പോലും ഓർക്കുമ്പോ മരവിപ്പ്. ജയിലിലെ വാർഡന്മാർക്കൊക്കെ വലിയ റെസ്പെക്ട് ആയിരുന്നാ കേട്ടിട്ടുള്ളത്. പക്ഷേ അവന് പിഴച്ചത് ഈ കേരളത്തിൽ വന്ന ശേഷമാണ്. അവന്റെ പെങ്ങൾക്കും രണ്ടാനമ്മയ്ക്ക് പിന്നാലെ നടന്നപ്പോ മനസ്സിലായി കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയി പോവില്ലെന്ന്. ഈ കിരണിനെ അവന് വലിയ പേടിയായിരുന്നല്ലേ? അവനങ്ങനെ ആരും പേടിച്ചിട്ടില്ല സാറേ. ആ മനസ്സിനെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ അവൻ എപ്പോഴും പറയുമായിരുന്നു അവൻ ഒത്ത എതിരാളിയാണ് കിരണെന്ന്. അവനൊത്തെ എതിരാളിന്നല്ല, അവനേക്കാൾ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരന്. നിന്റെ കാമോന് ഇരുട്ടത്തും മറവിൽ മാത്രമേ കിരണിനെ എതിരിടാൻ പറ്റൂ. എന്നാൽ ആ ചെറുപ്പക്കാരൻ അങ്ങനെയല്ല. അവൻ നേരെ നിന്ന് പൊരുതുന്ന കൂട്ടത്തില്. അവനാണോ എന്റെ ഗംഗയുടെ തിരോധനത്തിന് പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട്. സാറ് ഏതാണ്ടൊക്കെ അറിഞ്ഞു വെച്ചത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഈ കേസിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ ആ ഫയൽ ക്ലോസ് ചെയ്തതോടെ നീ ഉൾപ്പെടെ എല്ലാവരും അറിയും ഗംഗാപ്രസാദ് എന്താ സംഭവിച്ചത്. എനിക്കൊരു പരാതി കിട്ടിയാൽ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ അന്വേഷണം എനിക്ക് ത്രില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പിന്നാലെ പോയത്. മുകളിൽ നിന്ന് പോലും ചില പോലീസ് ഓഫീസേഴ്സ് എന്നെ വിളിച്ചിരുന്നു, എന്തിനാണോ ഇതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നതെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയാ. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിന് കഴമ്പുണ്ടെങ്കിൽ അതിന് പിന്നാലെ ഞാൻ അലയും, ഒരു ആത്മാവിനെ പോലെ. നിനക്കും അറിയേണ്ടത് ഇപ്പൊ ഗംഗാപ്രസാദ് ഒരു ആത്മാവാണോ അതോ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ലേ. കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിലേക്ക് ഗംഗ പോയെന്ന് നീ വാദിക്കുന്നുണ്ടല്ലോ, അതിന് തെളിവുണ്ടെന്നും പറയും. പക്ഷേ ആ തെളിവ് തന്നവർ എവിടെയാണെന്ന് നീ പറഞ്ഞില്ല. സാരല്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിന്റെ പരോള് കഴിഞ്ഞ് നീ ജയിലിലേക്ക് പോകുമ്പോ അവിടെയുണ്ടല്ലോ പത്രവും ടിവിയൊക്കെ. അതിലൂടെ അറിയാം ആ കൊടും കുറ്റവാളിക്ക് എന്ത് സംഭവിച്ചു. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി അവൻ കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ അവന്റെ ആന്തരിക അവയവങ്ങൾ ഇടിച്ച് തകർക്കും ഞാൻ. ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നാലും അവൻ ഇനി സമൂഹത്തിനൊരു ചോദ്യമായി മാറാൻ പാടില്ല. അവനെ ആരും ഭയക്കാനും പാടില്ല. അങ്ങനെ എന്റെ ഗംഗ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ താൻ ഇഞ്ച പരുവമാക്കുന്നുണ്ടെങ്കിൽ തനിക്കും ആയുസ് കുറയോടോ.